ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഓഫീസ് ചെയ്തതിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് 12 അടി വീതിയും 18 അടി നീളമുള്ള ഒരു റൂമാണ് നമ്മൾ ഓഫീസിന് വേണ്ടിയിട്ട് എടുത്തത്. അത് എടുത്തപാടെ നമ്മൾ ആദ്യം ജസ്റ്റ് അതൊന്ന് ക്ലിയർ ആക്കി, അതിന് അത്യാവശ്യം ഒന്ന് പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ചൊന്ന് ക്ലിയർ ആക്കി കിട്ടും. ആ റൂമൊക്കെ ഒന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ക്ലിയർ ആക്കി. ആദ്യം നമ്മൾ അടിക്കുമ്പോൾ 2-3 കോട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, സിംഗിളായിട്ട് ഒറ്റ കോട്ട് അടിച്ചാൽ മതി. എന്തായാലും അവസാനം പിന്നെ നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്താൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ. പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ സാധനങ്ങൾ തന്നെ, മെറ്റീരിയൽ തന്നെ നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു 2-3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ നമ്മൾ ഇവിടെ ഓഫീസിന് പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാനലടിച്ചു, അത് ക്യാബിൻ്റെ മുകളിൽ മാത്രമേ ഒരു ബോക്സ്, ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തുള്ളൂ. ബാക്കി നമ്മൾ പ്രൊഫൈൽ ഒരു എൽ ഷേപ്പിൽ 2 സൈഡിലായിട്ട് പ്രൊഫൈൽ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളത് ചെയ്തു, ചാനലടിച്ച് അതുപോലെ തന്നെ ജിപ്സം ഷീറ്റ് അതിലോട്ട് അപ്ലൈ ചെയ്യുവാണ്. നമ്മുടെ റൂമിന് ബാക്ക് സൈഡിൽ അതിൻ്റെ ഒരു കോർണർ ചെരിഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ ഭിത്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ആക്കി പോയാൽ മാത്രമേ ജിപ്സം ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിയർ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ ലേശം പണിയുണ്ടായിരുന്നു, അതങ്ങനെ നമ്മൾ ക്ലിയർ ആക്കി തന്നെ അത് ചെയ്തു. ഇത് നമ്മൾ ആ ബോക്സ്, ക്യാബിൻ്റെ മുകളിലുള്ള ബോക്സ് ഡിസൈന് വേണ്ടിയിട്ട് ചാനൽ ഫുൾ അടിച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴോട്ട് നമ്മൾ ഒന്നും കൂടി ചാനൽ അടിച്ചിട്ട് അതിൽ വേണം നമുക്ക് ഷീറ്റ് പിന്നെയും ചെയ്തിട്ട് വേണം ആ മോഡൽ ഡിസൈൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ജിപ്സം സീലിംഗ് ഒക്കെ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാനാണെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ സീലിംഗ് മൊത്തം ഫിറ്റ് ചെയ്ത ശേഷം അതിൽ നമുക്ക് ജോയിൻറ്റ് പുട്ടി ഇട്ട് അതവിടെ ഫിനിഷ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിന് ഫുള്ള് പുട്ടിയിടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം 2 കോട്ട് അടിച്ചിട്ട് വേണം, 2 കോട്ട് പുട്ടി ഇട്ടിട്ട് വേണം നമുക്ക് പേപ്പർ പിടിച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാം. എങ്കിൽ മാത്രമേ 2 കോട്ട് അടിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫിനിഷിലോട്ട് കിട്ടുകയുള്ളൂ. പുട്ടി ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ട് മെയിൻ ഗ്ലാസ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലുമിനിയത്തിൻ്റെ ഫ്രെയിം അടിച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രൊഫൈൽ ലൈറ്റുകളും ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കാണാനാണെങ്കിലും നമുക്ക് ഫുൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാം, അത് വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒരു ഭിത്തിക്ക് ലിക്വിഡ് വാൾപേപ്പർ കൊടുക്കാൻ തീരുമാനിച്ചു. അതങ്ങനെ ഇത് നമുക്ക് ഒരു പാക്കറ്റിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൊണ്ടുവന്ന് ഇത് വെള്ളത്തിനകത്ത് ശരിക്കും കുഴച്ച് അത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം അത് നമ്മൾ ഭിത്തിയിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പല കളറിൽ ഇതുണ്ട്, നമുക്ക് ഏത് കളർ വേണമെങ്കിലും നോക്കിയെടുക്കാൻ പറ്റും. വേറെ കുറേ കളറുകളുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും നോക്കിയെടുക്കാം. ഇത് നമ്മളിതിൻ്റെ സൈഡൊക്കെ വിട്ടിട്ടാണ് അടിച്ചേക്കുന്നത്. കാരണം സൈഡിലൊക്കെ നമ്മൾ ഫ്ലൈവുഡ് വെച്ചിട്ട് നമ്മളതിന് ബോർഡർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സൈഡ് വിട്ടിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസങ്ങൾക്ക് ഇത് ശരിക്കും ഉണങ്ങണമെങ്കിൽ, അപ്പോൾ അതിനു മുമ്പ് ഇത് തട്ടുകയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പോകും. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ശേഷം പ്ലൈവുഡ് കൊണ്ട് നമ്മളിതിനൊരു നല്ലൊരു ബോർഡർ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് പ്ലൈവുഡിൻ്റെ വർക്ക് നമ്മൾ ചെയ്തു. നമ്മുടെ കമ്പനിയിൽ നമ്മുടെ എല്ലാ നമ്മുടെ സ്വന്തം സ്റ്റാഫുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റേറ്റ് ഏത് ജോലിക്കും നമുക്കൊരു ന്യായമായ റേറ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ പുറമേ കരാർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സബ് കൊടുത്തോ ഒന്നും ചെയ്യുന്നതല്ല, നമ്മുടെ തന്നെ സ്റ്റാഫുകളാണ്. അതുകൊണ്ട് നമുക്കത് മാക്സിമം എത്ര റേറ്റ് വേണമെങ്കിൽ നമുക്ക് മാക്സിമം കുറച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ രീതിക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഓഫീസുകളോ അല്ലെങ്കിൽ റൂമുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, ഇൻറ്റീരിയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു തരും. ഇത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ഓഫീസ് നമുക്ക് ചെറിയൊരു റേറ്റിന്, നമ്മുടെ ഉള്ള റേറ്റിന് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് റേറ്റ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങളും വരുത്താൻ പറ്റും. ഇതൊരു ആവറേജ് ചെറിയൊരു റേറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് കമൻറ്റ് ഇടുകയോ ലൈക്ക് ഇടുകയോ ചെയ്യുക.